മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടികൾ ബിഷപ്പ് മൂർ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ഗുരുവന്ദനം, പ്രതിഭകളെ ആദരിക്കൽ, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവ ആഘോഷങ്ങൾക്ക് മിഴിവേകി. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിനെ ഉത്സവ നിറവിൽ എത്തിക്കുന്നതായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്ന ആഗോള സംഗമം. കോളേജിന്റെ വജ്ര ജൂബിലിയുടെ തലയെടുപ്പിൽ റിഗമ്മ 25 എന്ന പേരിൽ സംഘടിപ്പിച്ച കൂട്ടായ്മയിൽ ആത്മീയ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ അണിനിരന്നു. അവരൊക്കെയും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നതായിരുന്നു ഈ കൂട്ടായ്മയുടെ മറ്റൊരു പ്രത്യേകത. 60 വർഷം പിന്നിട്ട കോളേജിൽ അവർ വീണ്ടും എത്തിയപ്പോൾ ചങ്ങാതിച്ചോല എന്ന ഹൃദ്യമായ പേരിൽ കലാലയ ജീവിതത്തിന്റെ ഓർമ്മകൾ വേദിയിലും സദസ്സിലും അരുവി പോലെ ഊഷ്മളമായി. വീട്ടിൽ നിന്നും കോളേജിലേക്ക് എത്തുമ്പോൾ അത് ഒരു തറവാടായി കരുതിയ കാലഘട്ടത്തെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി ഓർത്തെടുത്തു. അധ്യാപകർ, സുഹൃത്തുക്കൾ ഒക്കെ ചേർന്ന് ബന്ധങ്ങൾ നെയ്തെടുത്ത ഒരു കാലഘട്ടത്തെ സ്വാമിജി മനോഹരമായ വാക്കുകളിലൂടെ പറഞ്ഞപ്പോൾ അത് ഒരു കവിത പോലെ വേദിയും സദസ്സും കേട്ടിരുന്നു. 1976 മുതൽ 79 വരെ ഈ കലാലയം എൻ്റെയും സഹപാഠികളുടെയും ഞങ്ങളുടെ കാലഘട്ടത്തിൽ പഠിച്ച മറ്റ് വിദ്യാർത്ഥികളുടെയും സ്വർഗമായിരുന്നു. 45 വർഷങ്ങൾ കഴിയുന്നു ഈ കലാലയത്തിനോട് യാത്ര പറഞ്ഞിട്ട്. എന്നാൽ ഇന്നും ബിഷപ്പ് മൂർ കോളേജും ഞങ്ങൾ പഠിച്ച കാലഘട്ടവും അതിൻ്റെ ഓർമ്മകൾ ഒരു ദിവസം, ഒരു നേരമെങ്കിലും ഹൃദയപൂർവ്വം സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. ഈ മണ്ണും ഈ അന്തരീക്ഷവും ഇവിടുത്തെ കാറ്റിൻ്റെ ഗന്ധവും ഒക്കെ എൻ്റെ മനസ്സിൽ ആഴ്ന്ന് പതിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. തുടർന്ന് കോളേജിന്റെ മാനേജറും CSI മധ്യ കേരള മഹാ ഇടവക ബിഷപ്പുമായ റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരുപറ്റം ആളുകൾ അവിടെ എത്തിയിരിക്കുന്നു. രാഷ്ട്രീയ രംഗത്താകാം, മന്ത്രി തുടങ്ങി MLA മാർ വരെ. ആധ്യാത്മിക മേഖലയിൽ തുടങ്ങിയാൽ സ്വാമിജി ഉൾപ്പെടെയുള്ളവർ, അക്കാഡമിക് മേഖലകളിൽ, അങ്ങനെ വിവിധമായ മേഖലകളിൽ നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉന്നത ശ്രേണിയിൽ നിലനിൽക്കുന്നു എന്നത് ഈ കോളേജിനെ വിലയിരുത്തുന്ന രണ്ടാമത്തെ ഘടകമാണ്. പൂർവ്വ വിദ്യാർത്ഥിയും സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായ സജി ചെറിയാനായിരുന്നു ഗുരുവന്ദനത്തിൻ്റെയും പ്രതിഭകളെ ആദരിക്കലിൻ്റെയും ചുമതല. സ്വാമി അമൃതസ്വരൂപാനന്ദപുരി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഒപ്പം പങ്കെടുക്കാൻ കഴിയുന്നത് തന്നെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹ സാഫല്യമായി പറഞ്ഞ മന്ത്രി കലാലയത്തിലെ രാഷ്ട്രീയ ജീവിതവും ഓർത്തെടുത്തു. എനിക്ക് ഈ കോളേജിനെ പറ്റി ഏറ്റവും അഭിമാനമുള്ളതും CSI സഭയെപ്പറ്റി ഞാൻ അഭിമാനിക്കുന്ന ഒറ്റ കാര്യമാണ്. ആ കാര്യം മതനിരപേക്ഷതയുടെ മകുട ഉദാഹരണമായിരുന്നു ബിഷപ്പ് മൂർ കോളേജ് എന്നതാണ്. ഈ പരിപാടി പങ്കെടുക്കാൻ കഴിയുന്നൊരു ദിവസമേ അല്ലായിരുന്നു. പക്ഷേ സ്വാമിജി ഇവിടെ വരുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം തോന്നി. കാരണം മാതാ അമൃതാനന്ദമയി മഠവുമായിട്ട് നല്ല വ്യക്തിബന്ധമുള്ള ഒരാളാണ്. അമ്മയുടെ കഴിഞ്ഞ വാർഷികത്തിന് ഞാൻ പോയിരുന്നു, ബർത്ത്ഡേക്ക് ഞാൻ പോയിരുന്നു. ഈ ബിഷപ്പ് മൂർ കോളേജിൽ നമ്മൾ സംഭാവന ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ടെങ്കിലും ആത്മീയ ചൈതന്യമുള്ള ഒരു മഹാവ്യക്തിത്വത്തെ, ലോകപ്രസിദ്ധനായ ഒരു വ്യക്തിത്വത്തെ സംഭാവന ചെയ്ത് സ്വാമിജിയിലൂടാണ് എന്നതുകൊണ്ട് ആ സാന്നിധ്യത്തിൽ ഇവിടെ എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. തുടർന്ന് കമലദളം എന്ന് പേരിട്ട കലാപരിപാടി പ്രശസ്ത സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. റാന്നി MLA പ്രമോദ് നാരായണൻ സ്വാമിജിക്ക് കോളേജിന്റെ സ്നേഹോപഹാരം സമ്മാനിച്ചു. ഒരു പൂർവ്വ വിദ്യാർത്ഥിക്ക് മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥി മെമന്റോ നൽകുന്ന അപൂർവ അവസരങ്ങളിലൊന്ന്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിത്ത് മാത്യു എബ്രഹാം, മാവേലിക്കര മുനിസിപ്പൽ ചെയർമാൻ നൈനാൻ C കുറ്റിശ്ശേരിൽ, ആഘോഷ പരിപാടികളുടെ ഭാരവാഹികളും പൂർവ്വ വിദ്യാർത്ഥികളുമായ KG മുകുന്ദൻ, S ജോസഫ്, നബീർ അബ്ദുൽ കരീം തുടങ്ങിയവരും പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച രാഗതാളമേളവും കഥകളിയും ഏകാംഗ നാടകവും ഗാനമേളയും ആഘോഷ പരിപാടികൾക്ക് ദൃശ്യശ്രവ്യ ചാരുത പകർന്നു.
പ്രദീപ് വാളത്തുങ്ങളിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.